ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരെ ലോകമെമ്പാടുമുള്ള പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ആവേശം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് രാഷ്ട്രനിർമ്മാണത്തിലെ പങ്കാളിത്തമാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. പേപ്പർ മാലിന്യത്തിന്റെ പുനരുപയോഗത്തിൽ വീടുകളും ഓഫീസുകളും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി. തേനീച്ചകളുടെ സംരക്ഷണം പരിസ്ഥിതിക്കൊപ്പം കൃഷിയുടെയും ഭാവി തലമുറയുടെയും സംരക്ഷണമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ കൊച്ചിക്ക് സമീപം മുങ്ങിയ കണ്ടെയ്നർ കപ്പലിൽ നിന്നുള്ള എണ്ണച്ചോർച്ച നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കെതിരായ ലോകമെമ്പാടുമുള്ള പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ പുതിയ ആത്മവിശ്വാസവും ആവേശവും നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക ദൌത്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും ചിത്രമാണെന്ന് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിൽ സായുധസേന പ്രകടിപ്പിച്ച ധീരതയെ ശ്രീ മോദി പ്രശംസിച്ചു. आपने देखा होगा, देश के कई शहरों में, गांवों में, छोटे छोटे कस्बों में तिरंगा यात्राएं निकाली गई. हजारों लोग हाथों में तिरंगा लेकर देश की सेना, उसके प्रति वंदन अभिनंदन करने निकल पड़े. कितने ही शहरों में सिविल डिफेंस वॉलंटियर बनने के लिए बड़ी संख्या में युवा एकजुट हो गए. ആത്മനിർഭർ ഭാരത് സാമ്പത്തിക സ്വയം പര്യാപ്തത മാത്രമല്ല, മറിച്ച് രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ പ്രചാരണത്തിനുശേഷം രാജ്യമെമ്പാടും പ്രാദേശികതയ്ക്കുള്ള ശബ്ദം എന്നതിനെക്കുറിച്ച് നവോന്മേഷം ദൃശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കൾ കുട്ടികൾക്കായി ഇന്ത്യയിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതും കുടുംബങ്ങൾ അവരുടെ അവധിക്കാലം രാജ്യത്ത് ചെലവഴിച്ചതും നിരവധി യുവാക്കൾ ഇന്ത്യയിൽ വിവാഹം കഴിക്കാൻ ദൃഢനിശ്ചയം ചെയ്തതിനെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. രാജ്യത്ത് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. പൊതുജന പങ്കാളിത്തമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയെന്ന് ശ്രീ മോദി പറഞ്ഞു. മാവോയിസത്തിനെതിരായ കൂട്ടായ പോരാട്ടത്തിന്റെ ഫലമായി മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിലെ കതേഛേരി ഗ്രാമത്തിൽ ആദ്യമായി ഒരു ബസ് എത്തിയതിനെക്കുറിച്ച് അദ്ദേഹം ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ കുട്ടികൾ ശാസ്ത്രത്തിൽ അഭിനിവേശമുള്ളവരാണെന്നും അവർ കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു കാലത്ത് മാവോയിസം ഉച്ചസ്ഥായിയിലായിരുന്ന ദന്തേവാഡയിൽ വിദ്യാഭ്യാസത്തിന്റെ പതാക ഉയർന്നു പറക്കുന്നത് അഭിമാനകരമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കും. ഈ അവസരം ദൈനംദിന ജീവിതത്തിൽ യോഗ ഉൾപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗ ആന്ധ്ര അഭിയാൻ ആരംഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു. ഈ വർഷം വിശാഖപട്ടണത്ത് നടക്കുന്ന യോഗ ദിന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളും സ്ഥാപനങ്ങളും യോഗയ്ക്കായി സമയം നീക്കിവെക്കുന്നതിനെ ശ്രീ മോദി അഭിനന്ദിച്ചു. मुझे जानकर अच्छा लगा कि इस बार भी हमारे युवा साथी देश की विरासत से जुड़ी आइकॉनिक प्लेसेस पर योग करने वाले हैं. कई युवाओं ने नए रिकॉर्ड बनाने और योग चेन का हिस्सा बनने का संकल्प लिया है. कुछ संस्थानों ने ऑफिस में ही योग अभ्यास के लिए अलग स्थान तय कर दिया है. कुछ स्टार्टअप्स ने अपने ऑफिस योग अवर्स तय कर दिए हैं. ഗുജറാത്തിലെ ഗിറിൽ 5 വർഷത്തിനുള്ളിൽ സിംഹങ്ങളുടെ എണ്ണം 674 നിന്ന് 891 വർദ്ധിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 35,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 11 ജില്ലകളിലായി സിംഹ സെൻസസ് നടത്തിയതിനെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. വന്യജീവി സംരക്ഷണത്തിനായി ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു. രാജ്യത്തെ മാലിന്യത്തിന്റെ 4/1 പേപ്പറുമായി ബന്ധപ്പെട്ടതാണെന്നും അവയുടെ പുനരുപയോഗത്തെക്കുറിച്ച് ഏവരും ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിശാഖപട്ടണം, ഗുരുഗ്രാം പോലുള്ള നഗരങ്ങളിൽ നിരവധി സ്റ്റാർട്ടപ്പുകൾ പേപ്പർ പുനരുപയോഗത്തിന്റെ നൂതന രീതികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. 1 ടൺ പേപ്പർ പുനരുപയോഗം ചെയ്യുന്നത് 17 മരങ്ങൾ മുറിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ലാഭിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും പേപ്പർ വേർതിരിച്ച് പുനരുപയോഗത്തിൽ
പങ്കാളികളാകണമെന്ന് അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. हमारे घरों और दफ्तरों में हर दिन बहुत सारा पेपर वेस्ट निकलता है. शायद हम इसे सामान्य मानते हैं, लेकिन आपको जानकर हैरानी होगी, देश के लैंडफिल वेस्ट का लगभग 1/4 हिस्सा कागज से जुड़ा होता है. आज जरूरत है हर व्यक्ति इस दिशा में जरूर सोचे. मुझे जानकर अच्छा लगा कि भारत के कई स्टार्टअप्स इस सेक्टर में शानदार काम कर रहे हैं. ഖേലോ ഇന്ത്യ ഗെയിംസ് പോലുള്ള പരിപാടികൾ ഇന്ത്യൻ കായിക രംഗത്തിന്റെ ഭാവി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ 5 നഗരങ്ങളിലായി നടന്ന ഇത്തവണത്തെ ഖേലോ ഇന്ത്യ ഗെയിംസ് വൻ വിജയമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യയിൽ തേനീച്ച വളർത്തലിൽ മധുര വിപ്ലവം നടന്നിട്ടുണ്ടെന്ന് ലോക തേനീച്ച ദിനാഘോഷത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. തേൻ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഛത്തീസ്ഗഡിലെ കൊറിയ ജില്ലയെ ഇതിനുദാഹരണമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തേനീച്ചകളുടെ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം രാജ്യത്തിന്റെ കൃഷിയുടെയും ഭാവി തലമുറയുടെയും സംരക്ഷണവുമാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 122ാം പതിപ്പ് പ്രധാനമന്ത്രി ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചിക്ക് സമീപം 38 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ MSC എൽസ 3 എന്ന കണ്ടെയ്നർ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡ് കപ്പലായ ICG സക്ഷമാണ് ദൌത്യത്തിലേർപ്പെട്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനവും ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം കപ്പലിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നെന്ന് അധികൃതർ അറിയിച്ചു. ഇതിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉണ്ടായിരുന്നു. മുങ്ങിയ കപ്പലിൽ നിന്ന് കടലിൽ വീണതായി സംശയിക്കപ്പെടുന്ന ഒരു വസ്തുവും പൊതുജനങ്ങൾ തൊടാനോ കൈകാര്യം ചെയ്യാനോ ശ്രമിക്കരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ഇന്നും അതിതീവ്ര മഴ തുടരും. മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് നെല്ലിയാമ്പതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഡൽഹിയിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. ദാദർ നഗർ ഹവേലി, ഡാമൻ ദിയു, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങളെ ധരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ വിവിധ സർവകക്ഷി സംഘങ്ങൾ സന്ദർശനം തുടരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ പ്രതികരിച്ചത് എങ്ങനെയെന്ന് കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിൽ അവതരിപ്പിച്ചു. പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ ഇന്ത്യയ്ക്ക് താൽപര്യമില്ലെന്ന് ശ്രീ തരൂർ ന്യൂയോർക്കിലെ കോൺസുലേറ്റിൽ വ്യക്തമാക്കി. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 20 മുഖ്യമന്ത്രിമാരും 18 ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സദ്ഭരണം പ്രമേയമാക്കി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും പങ്കെടുക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് രണ്ടാം മത്സരം. കേരളം, ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. അടുത്ത മാസം 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ജൂൺ 19 വോട്ടെടുപ്പ് നടക്കും. ജൂൺ 23 വോട്ടെണ്ണൽ. കേരളത്തിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനാൽ നിലമ്പൂർ സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരെ ലോകമെമ്പാടുമുള്ള പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ആവേശം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളിത്തമാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. പേപ്പർ മാലിന്യത്തിന്റെ പുനരുപയോഗത്തിൽ വീടുകളും ഓഫീസുകളും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി. തേനീച്ചകളുടെ സംരക്ഷണം പരിസ്ഥിതിക്കൊപ്പം കൃഷിയുടെയും ഭാവി തലമുറയുടെയും സംരക്ഷണമാണെന്നും പ്രധാനമന്ത്രി. കേരളത്തിൽ കൊച്ചിക്ക് സമീപം മുങ്ങിയ കണ്ടെയ്നർ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.